നമസ്കാരം. റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ AFC ചാമ്പ്യൻസ് ലീഗിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് 2 ലീഗുകളായി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എലൈറ്റ് ലീഗിലാണ് പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ കളിക്കുക. അതേസമയം AFC ചാമ്പ്യൻസ് ലീഗ് 2ലാണ് ഇന്ത്യൻ ക്ലബ്ബായ മോഹൻ ബഗാൻ SG ഒക്കെ വരുന്നത്. അങ്ങനെ 2 ലീഗുകളായി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലേക്കുള്ള മത്സരങ്ങൾ അഥവാ ഗ്രൂപ്പ് ഘട്ടമായി തിരിച്ചിട്ടുണ്ട്. നമുക്ക് മോഹൻ ബഗാൻ്റെ ഗ്രൂപ്പ് ഒന്ന് പരിശോധിക്കാം. ഗ്രൂപ്പ് A ആണ് മോഹൻ ബഗാൻ്റെ ഗ്രൂപ്പായിക്കൊണ്ട് വരുന്നത്. അതിൽ ഇന്ത്യയിൽ നിന്നും മോഹൻ ബഗാൻ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ തന്നെ ഖത്തർ ക്ലബ്ബായ അൽ വക്ര SC അതിൽ ഇടം നേടിയിട്ടുണ്ട്. ഇറാനിയൻ ക്ലബ്ബായ ട്രാക്ടർ FC വരുന്നുണ്ട്. അതുപോലെ തന്നെ തജിക്കിസ്ഥാൻ ക്ലബ്ബായ FC റവ്ഷാനാണ് വരുന്നത്. ഈ 3 ക്ലബ്ബുകളുമാണ് ഈ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിൽ മോഹൻ ബഗാൻ്റെ എതിരാളികളായിക്കൊണ്ട് AFC ചാമ്പ്യൻസ് ലീഗ് 2-ൽ വരുന്നത്. ബാക്കിയുള്ള ക്ലബ്ബുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രൂപ്പ് ബിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അൽ താവുൻ FC, അതുപോലെ തന്നെ എയർഫോഴ്സ് ക്ലബ്ബ്, അതുപോലെ തന്നെ അൽ ഖൽദിയ SC, അൽറ്റീൻ അസർ എന്ന ക്ലബ്ബുകളാണ് വരുന്നത്. ഗ്രൂപ്പ് സിയിൽ സഫ്ഹാൻ FC, അതുപോലെ തന്നെ ഷാർജ FC ഇസ്റ്റിക്ലോൽ, അൽ വഹ്ദ ക്ലബ്ബുകളാണ് വരുന്നത്. ഗ്രൂപ്പ് ഡിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഷബാബ് അൽ അഹ്ലി, PFC നസാഫ്, അതുപോലെ തന്നെ അൽ ഹുസൈൻ കുവൈത്ത് SC എന്നിവരാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഇയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാൻഫ്രക്ക ഹിരോഷിമ വരുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ക്ലബ്ബായ സിഡ്നി FC, കയ FC വരുന്നു. അതുപോലെ തന്നെ ഈസ്റ്റേൺ ക്ലബ്ബ് വരുന്നു. ഗ്രൂപ്പ് ജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബാങ്കോങ് യുണൈറ്റഡ്, നാം ദിൻഹ FC, ലീമാൻ, അതുപോലെ തന്നെ താമ്പിനസ് റോവേഴ്സ് എന്നിവരാണ് വരുന്നത്. ഗ്രൂപ്പ് എഫിൽ സെജിയാങ് FC, പോർട്ട് FC, ലയൺ സിറ്റി സൈലേഴ്സ്, പെർസിബ് ബാൻഡുങ് എന്നിവർ വരുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ് എച്ചിൽ വരുന്നത് യുവാൻബുക്ക് ഹ്യുണ്ടായി മോട്ടേഴ്സ്, അതുപോലെ തന്നെ സെലങ്കോർ FC, മ്യാങ്തോങ് യുണൈറ്റഡ്, ഡൈനാമിക് ഹെർബ് സെബു എന്നിവരാണ് ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. ഏതായാലും AFC ലീഗ് 2ലാണ് ഇത്തവണ മോഹൻ ബഗാൻ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ AFC ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാൻ മുംബൈ സിറ്റിക്ക് സാധിച്ചിരുന്നു. പക്ഷേ വളരെ ദയനീയമായ പ്രകടനമായിരുന്നു അവർ നടത്തിയിരുന്നത്. ഇത്തവണ മോഹൻ ബഗാൻ മികച്ച രൂപത്തിൽ കളിക്കും എന്ന് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.